ഗെയിമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് 120 കാണിക്കുന്നുണ്ട്, 90, 60, 120 അതൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കൺട്രോളൊക്കെ മാറി കിടക്കണോണ്ട് ഞാൻ ബൂട്ട് ക്യാമ്പിൽ പോവാണ്. നമ്മളെ ടീമിനെയൊന്നും ഞാൻ വിളിച്ചില്ല. മൈനസ് ആവും കാരണം കൺട്രോൾ ഞാൻ മാറ്റി ചെയ്തു ഇവിടെ. നമ്മളെപ്പോഴും സ്മൂത്തിലല്ലേടെ കളിക്കുന്നത്. സ്മൂത്തിലെ കളിച്ച് ഇപ്പോൾ ഇത് കൂടിയ ഗ്രാഫിക്സ് കിട്ടിയപ്പം എന്തിനാ പോലെയാടെ. ഞാൻ ഇവിടെ ചാറിന് അവിടെ ഈ ചാറിന സാധനം എനിക്ക് താഴെയാണ് പറഞ്ഞത്. റീലോഡിൻ്റെ അവിടെയാണ് ഞാൻ ചാറിന സാധനം ഇട്ടേക്കണത്. IQ Neo 9 Proൻ്റെ അതായത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിൽ ഉണ്ടായിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8th Gen 2 വിത്ത് Q1 ചിപ്പ് വരുന്ന ഈ ഒരു IQ Neo 9 Proൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ BGMI ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതിൽ BGMIയിൽ ക്വാളിറ്റി നോർമൽ തൊട്ട് ഹൈ എൻഡ് ക്വാളിറ്റി വരെ ഇട്ടിട്ട് ആ ഒരു ഗെയിമിംഗ് മോഡ് നമുക്കെല്ലാം ഓണാക്കി നോക്കിയിട്ട് ഹീറ്റിംഗ് ഉണ്ടോ, ബാക്കി ബാറ്ററി എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ചാർജ് വന്നിട്ട് 88% ചാർജ് ഉണ്ട്. ഗെയിമിംഗ് ഞാൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ചാർജൊക്കെ എത്രയുണ്ട്, ഗെയിം കളിച്ചതിന് ശേഷം എത്ര നേരം കളിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നോക്കാം. ചാർജിങ് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 40 മിനിറ്റിലൊക്കെ നമുക്ക് ഫുൾ ചാർജ് കിട്ടുന്നുണ്ട്. എന്തായാലും BGMI സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് നമുക്കപ്പം BGMI ഡൗൺലോഡ് ചെയ്യാം. BGMI ഇൻസ്റ്റാൾ 1 GB ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ആക്കി ഒന്ന് ബൂട്ടൊക്കെ ചെയ്തിട്ട് എൻ്റെ പഴയ അക്കൗണ്ട് കിട്ടോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പം BGMI ഇതാ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1.5 GB ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് ഓണായി വന്നപ്പോൾ തന്നെ ഗെയിം മോഡ് ഓൺ ആയിട്ടുണ്ട്. ഗെയിം മോഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണിക്കുന്നതാണ് ഗെയിം മോഡ്. ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ നമ്മളെ ഗെയിം മോഡ് നമുക്ക് ഓണാക്കാനുള്ള പരിപാടി വരും. കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ മോൺസ്റ്റർ മോഡ് ഉണ്ട്. ഈ മോൺസ്റ്റർ മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ GPUൻ്റേത് 220 MHz പോകുന്നതാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഈ മോൺസ്റ്റർ മോഡിലുള്ളത്. ബാറ്ററി സേവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ FPS-ലൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും മോൺസ്റ്റർ മോഡ് ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ പറന്ന് നിൽക്കും ഗൈസ്. അപ്പോൾ ഈ ഗെയിം ഫ്രെയിം ഇന്റർപോളിറ്റിനെ ഓൺ ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിം റേറ്റ് ബൂസ്റ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90 FPS മുകളിലോട്ടുള്ള ഗെയിമുകളെല്ലാം നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ 90 FPS-ലോട്ട് തിരിച്ചു വരുമ്പോൾ ഇത് 144 Hz പോകുമോ എന്നുള്ള കാര്യം കൂടെ നോക്കാം കേട്ടോ. സാംസങ്ങിലുള്ള 8th Gen 2 ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സമയമൊക്കെ ആകുമ്പോൾ ഹീറ്റിംഗ് ഒക്കെ ആവേണ്ടതാണ്. ഈ Q1 ചിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഒരു അന്യായ സാധനം ഉണ്ട്. ഇതാ ഇത്രയും നേരം ഒരു ഡിസ്പ്ലേയിൽ പോലും ഒരു ഹീറ്റ് ഇല്ല. അതാണ് ഞാൻ ഇമ്പ്രസ് ആയ ഒരു കാര്യം. അതാണ് നോക്കണം. ഇപ്പം എന്താ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കണം. 1.5 GB 500 MB ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇപ്പം നോക്ക് ഹീറ്റ് എന്ന് പറയുന്ന സാധനമില്ല. സാധാരണ ഈ ബാക്ക് സൈഡിൽ ഈ ക്യാമറയിൽ ഇവിടെയൊക്കെ ഹീറ്റ് ആവേണ്ടതാണ്. ഇൻ കേസ് ഡിസ്പ്ലേയിലെങ്കിലും ചെറിയൊരു ഹീറ്റ് വരേണ്ടതാണ്. സൂപ്പർ സാധനം. ഹീറ്റ് എന്നുള്ള സാധനം ഇല്ലടേ. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 40 Pro Max ഹീറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ പുതിയ അക്കൗണ്ട് തന്നെ ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. മറ്റേത് കിട്ടാനില്ലടായി, അത് പോയി. ചാർജ് 81 നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ബൂസ്റ്റ് മോഡൊക്കെയാണ് ഇട്ടേക്കണത്. മോൺസ്റ്റർ മോഡ് നോക്കട്ടെ. അതാണ്ട് മാപ്പ് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ടും നോ ഹീറ്റിങ്. ഒരു ഹീറ്റിങ്ങും ഇല്ലടായി. എടാ നിങ്ങൾ IQ Neo 9 Pro യൂസ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹീറ്റിംഗ് എന്നുള്ള സാധനം ഇല്ലടായി. അത് 144 Hz സാധനമാണ് ഓണാക്കി ഇട്ടേക്കണത്. ഇനി മോൺസ്റ്റർ മോഡൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ടോപ്പ് മോഡാണ് ഇട്ടേക്കണത് കേട്ടോ. ചാർജ് ഇറങ്ങാനും എല്ലാത്തിനും വേണ്ടി ടോപ്പ് മോഡാണ് ഇട്ടേക്കണത്. 80% ചാർജ്. ടൈം കൂടെ നോക്കണം. നമ്മൾ തുടങ്ങിയപ്പോൾ എത്ര മണിയായിരുന്നു? ഇപ്പം 12:08 വെളുപ്പം കാലം. എൻ്റെ ഒരു ടീമേറ്റ് വന്നിട്ടുണ്ട്. മറ്റേ ടീമേറ്റ് ഒരുത്ത ഉറങ്ങി, ഒരുത്ത ഇപ്പം വരേ ഉള്ളൂ. അപ്പം നമ്മൾ അവൻ വരണവരെ ഒന്ന് നുസ പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇപ്പം മാപ്പൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് സ്റ്റിൽ നോ ഹീറ്റിങ്. എടാ ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ?
അപ്പം മൈക്ക് നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ പക്കായിട്ട് അവിടെ ഓപ്പോസിറ്റ് കേൾക്കണുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂസ പോവാം. സ്ക്രീൻ റെക്കോർഡും കൂടെ ചെയ്തിട്ട് നമുക്ക് ന്യൂസ പോവാം കേട്ടോ. റെക്കോർഡ് സ്ക്രീന് എഗ്രി സ്റ്റാർട്ട് ഗെയിം കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ്ങും ഉണ്ട്. എൻ്റെ മൈക്ക് ഞാനിപ്പോൾ സംസാരിക്കണമെന്ന് കേൾക്കാം, അവിടെ നിന്ന് പറയണമെന്ന് കേൾക്കാം. ഇവിടെ മുകളിൽ എത്ര സെക്കൻഡായി റെക്കോർഡിംഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിൽ നോ ഹീറ്റിങ്. ഞാൻ കേസ് ഊരി മാറിയിട്ടുണ്ട് എന്നാൽ കറക്റ്റ് അറിയാമല്ലോ. ഈ ലെതർ ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ വെക്കാനും നല്ല സുഖമുണ്ട്. ഓ മറ്റേ സാധനം സ്ക്രീൻ സൈസ് മാറിയപ്പോൾ ആ സാധനം മാറിയടേ. അതിപ്പം പണി കിട്ടും എനിക്ക്. എടാ ക്ലിയർ അല്ലേടാ? എനിക്ക് സ്ക്രീൻ സൈസ് മാറിയപ്പോൾ പണി കിട്ടിയടാ. എവിടെ ഇറങ്ങാൻ? ഓ അപ്പോൾ അല്ല മിക്കവാറും ഞാൻ വെടിയുണ്ട് തീരും. ആ സ്ക്രീൻ സൈസ് മാറിയപ്പോൾ വെടിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നീളത്തിനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിപ്പോയി ഗൈസ്. നോക്കാവേ എന്തരടെ ഗ്രാഫിക്സ്. സ്കാറെല്ലാം എടുത്തിട്ടുണ്ട് ഗൈസ്. ആ വെടിയുണ്ടൊക്കെ പോണത് ഗൈസ്. ഇപ്പം ചെറിയ ഹീറ്റിങ് വന്നു തുടങ്ങി കേട്ടോ. ക്യാമറയില തൊട്ട് സൈഡിൽ നിന്ന് പ്രൊസസ്സറിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ഹീറ്റിംഗ് ഉണ്ട്. പോകാം ഒന്നും എടുത്തില്ലടാ. കുഴപ്പമില്ല. ഗെയിമിങ് എക്സ്പീരിയൻസ് വേറെ ലെവലടാ. ഗ്രാഫിക്സ് ഒന്ന് മാറ്റി കാണിച്ചു കൊടുക്കട്ടെ. ഗ്രാഫിക്സ് ഇപ്പം സ്മൂത്തിൽ എക്സ്ട്രീം ഇടയാണ് കേട്ടോ. സ്മൂത്തിൽ എക്സ്ട്രീമാണ്. സ്മൂത്തിൽ എക്സ്ട്രീം പൊളി. ബാബാ എടുത്ത സ്മൂത്തിൽ എക്സ്ട്രീം. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സിൽ അതിനകത്ത് നിൽക്കുക. ബാലൻസിനകത്ത് എക്സ്ട്രീം ഇട്ടിട്ടുണ്ട് ഗൈസ്. ബാലൻസ്ഡിനകത്ത് എക്സ്ട്രീം ഇട്ടപ്പോൾ പാണ്ടി മോനെ കൊടുത്തു. അവൻ വട്ടം ചുറ്റി കളിക്കണം പാന. എൻ്റെ മെഡൊന്നും ഇല്ല. ഒരു ബുള്ളറ്റ് പോലും എനിക്ക് കൊണ്ടില്ലടാ. അവൻ കറങ്ങിക്കൊണ്ടെന്ന് അവിടെ മാറിയെന്ന് അവിടെ നിന്ന്. ഇപ്പം ഗായ്സ് അത് ഞാൻ എടുത്തോളാം ഗായ്സ്. ഗ്രാഫിക്സിൽ അയ്യോ അടിച്ചടിച്ച് അവനേട് കൊടു ബാക്കിൽ ഗായ്സ്. അപ്പം ഒരു റൗണ്ട് തീർന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ HD എക്സ്ട്രീമാണ് ഗായ്സ് ഇടാൻ പോണത്. HD എക്സ്ട്രീമിൽ കളർഫുൾ ഇട്ടിട്ടുണ്ട്. HD എക്സ്ട്രീം കൊടുക്കുന്ന സമയത്ത് കറണ്ട് ഗ്രാഫിക്സ് ആൻഡ് ഫ്രെയിം റേറ്റ് സെറ്റിംഗ്സ് മേ ബി കോസ് യുവർ ഡിവൈസ് ടു ഹീറ്റ് അപ്പ് ആൻഡ് കൺസ്യൂം മോർ ബാറ്ററി ലോ. നമ്മളെ ഫോൺ ഹീറ്റ് ആവാനും ബാറ്ററി ബാക്കപ്പ് പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു HDR എന്ന് മുകളിലോട്ടുള്ള മോഡുകൾ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫോൺ ഹീറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ വേറെ ഏതെങ്കിലും ഫോണാണെങ്കിൽ ഈ മുമ്പേ ഹീറ്റ് ആവേണ്ടതുണ്ടായി. HD എക്സ്ട്രീമാണ് ഇപ്പം ചെയ്യണത്. നേരത്തെ മറ്റേ കളിയിൽ സ്മൂത്തൊക്കെ നോക്കി. മറ്റേതിൽ എല്ലാത്തിൻ്റെയും ടോപ്പ് നോക്കണം. ഇതിൽ ഹീറ്റിംഗ് ആവൂളിയാ. അത് അവന്മാർ പറയുകയും ചെയ്തല്ലേ. എന്നെടാ ഫോളോ ചെയ്യണ. ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാക്കില്ല. ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടു. ട്രാൻസ്ഫർ ആയില്ലേടാ. ആ ജോൺ റാംബോ എന്താടാ അവനെ ഫോളോ ചെയ്യാത്ത? ആരെങ്കിലൊക്കെ ഇറങ്ങണേ അവനെ. എന്തായാലും HD എക്സ്ട്രീം നല്ല ഭയങ്കര കളറായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഫുൾ ഡിസ്പ്ലേ ആണ്. കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ചൊവ്വുണ്ട്. ഓറഞ്ച് മഞ്ഞയൊക്കെ എറിച്ച് നിൽപ്പുണ്ട്. നിഴലൊക്കെ വരണുണ്ട്. പറവേല നിഴലും വരണുണ്ട്. ഷാഡോ ഒക്കെ സെറ്റായിട്ട് വരണുണ്ട്. ഒമ്പോ അടി അങ്ങോട്ട് പോലെന്ന് പറഞ്ഞാൽ എനിക്ക് തോക്കുപോലും ഇല്ല. HD ഒന്നും എനിക്ക് പറ്റല്ലടായി. ഭയങ്കര ഇതടായി. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊക്കെ തോന്നുന്നു പുല്ല്.
ഞാൻ ഇതിൽ റീലോഡ് കൊടുക്കണതിൻ്റെ സ്വിച്ചിൻ്റെ അവിടെയാണ് ഗായ്സ് എൻ്റെ യഥാർത്ഥത്തിൽ ചാടാനുള്ളത്. അതെന്താ കളിയാ അടുത്ത് നാക്ക് അളയാ എണ്ണടിച്ച് ഗ്രാഫിക്സ് HDR നമുക്ക് എക്സ്ട്രീം നോക്കാം ഗൈസ്. ഇതാണ് HDR എക്സ്ട്രീം ഗെയിം പ്ലേ. നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് എന്തായാലും ഉണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാണ്, ഗെയിം കളിക്കുകയാണ്, ഹൈ ഗ്രാഫിക്സിൽ ഇട്ടൊക്കെയാണ്. കുഴപ്പമില്ല, ചെറിയ ചൂട്. സെറ്റ്. ഇംപ്രസ്ഡ് ഗെയിമിങ്ങിന് സെറ്റിങ്സ് കൺട്രോൾ ഗ്രാഫിക്സിനകത്ത് അൾട്രാ HDR കളർഫുള്ളിൽ അൾട്ര കൊടുത്തിട്ടുണ്ട് ഗൈസ്. ലോബിക്കകത്ത് വെച്ചാൽ എക്സ്ട്രീം നമുക്ക് കിട്ടില്ല, കമ്മിങ് സൂണാണ് കാണിക്കുന്നത്. നമുക്കത് ഓക്കെ കൊടുത്തിട്ടുണ്ട്, റെഡി കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഗെയിമും കളിച്ച് ഇത്രയും ചെയ്തിട്ട് 67. നൈസ്. മൂക്ക് കണ്ടോ എന്താടേ ഓ പറയാ. എടാ ഞാൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇറക്കും, ഞാൻ വീഡിയോയിലേക്ക് എന്തിനാണ് HDR. അയ്യോ ഓടിക്കോടാ പ്രാമ. അയ്യോ വന്ന് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകണ്ടേ കൊല്ലാൻ. അവിടെ തന്നെ പറഞ്ഞോ അത് വേറെ എവിടെയെങ്കിലും ഇറങ്ങണോളിയാ. മലയാളി വാടാ കുട്ടാ. ഗൈസ് അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ ആശാൻ പൊളിയാണ്, പുലിയാണ് സാധനം. ഇത്രയും നേരം യൂസ് ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ട് 65 ആയിട്ടുള്ളത്. ഇടയിൽ ഞാൻ നോർമൽ ഹീറ്റ്, നമ്മൾ സാധാ ക്യാമറ ഐഫോണിലൊക്കെ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഹീറ്റ് എങ്ങനെയാണോ ആ ഒരു ഹീറ്റാണ് ഇതിൻ്റെ ഗെയിമിങ്ങിൽ വരുന്നത്. ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഗെയിമിങ്ങിന് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ, നിങ്ങൾ ഗെയിമിങ് ഡിവൈസാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 36,000 രൂപ 37,000 രൂപ ഉണ്ടെങ്കിൽ 12GB 256 സാധനം നിങ്ങൾ കണ്ണു അടച്ചെടുത്തോ. അന്യായ സാധനം, സെറ്റ് സാധനം. IQ Neo 9 Pro 5Gയുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് BGMI, അതാണ് എല്ലാവരും കളിക്കുന്ന ഒരു ഗെയിം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. എല്ലാ ഗ്രാഫിക്സിലും നമ്മൾ ഷെയർ ചെയ്ത വീഡിയോ ഇതിലത്ത് ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.